കുറച്ച് വെള്ളം താ ദാഹിച്ചിട്ട് വൈ തിളപ്പിച്ച വെള്ളത്തെ പാല് മേച്ചു അയ്യേ അത് വായി വെക്കുന്നു കമ്മേടാ ഞാനിക്കുട്ടി എന്നാ വിളക്കൊരുക്ക് പിച്ചിയോ എവിടാ കുഞ്ഞോ പാട്ട് പാടിക്കേ കുഞ്ഞോ ആ പാട് അവിടെ നിന്ന് പാട് ഡാൻസ് അസ്ഥിക്കുള്ളിൽ നീയ പാട് ഉള്ളിൽ നീയ ഒരുക്കിയോ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ നാളെ എന്തുവാ മകളെ ഞങ്ങൾക്ക് സ്കൂളില്ല നാളെ എല്ലാവർക്കും 4ാം ക്ലാസ്സിനൊക്കെ അറബിയാണ് തോന്നുന്നു നാളെ അവർക്ക് മാത്സാ നിങ്ങക്ക് അവധിയാണ് അറബി ഞങ്ങളെ പഠിപ്പിച്ചിട്ട് എന്തോ 3 വന്നോ ആഹാ ഓടല്ലേ വീഴും പൊന്നോ നമ്മുടെ കൊന്ന പൂത്തു കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല കണ്ട അയ്യോ കാണിച്ചേക്കളെ കാണിച്ച് അവിടെ ഒരാൾ അവിടെ നിന്ന് വഴുതനങ്ങ എല്ലാം പറിച്ചു കളയുന്നു കുഞ്ഞു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു ചാർജ് ചെയ്യാനിടട്ടെ വന്ന വഴിക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനെയും കാണാനൊന്ന് കയറി കൂക്കോടില്ലായിരുന്നു മാമി അവർ മാത്രമേ ഉള്ളായിരുന്നു മാമിന് ഓട്ടം കഴിഞ്ഞ് വന്നിട്ടില്ലായിരുന്നു കൂക്കോടില്ലായിരുന്നു കൂക്കും അപ്പുറത്തെ വീട്ടിലെ സൂര്യയും കൂടെ അങ്ങോട്ട് സാധനങ്ങൾ അതിൻ്റെ മേടിക്കാൻ അങ്ങോട്ട് പോയേക്കുവാന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇനി പോരുന്നു പിന്നെ അമ്മയുടെ അടുക്ക പോയി ഇന്നലെ ഒന്നും അമ്മയുടെ അടുക്ക പോയില്ല അമ്മ ഇന്ന് പഴുത്ത മാങ്ങ കറി വെച്ചു അതെ അത് നമ്മൾ കുഞ്ഞോടെ പിറന്നാളിന് ചെന്നപ്പോൾ മാമി അവിടെ പഴുത്ത മാങ്ങ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പഴുത്ത മാങ്ങ നമ്മൾ നാടൻ മാങ്ങയില്ലേ അത് പെറുക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് എടുത്തുകൊണ്ട് വന്ന് ഇന്ന് കറി വെച്ച് കേട്ടോ പിന്നെ ഇവിടെ മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ മെഴുക്കുവരട്ടി തോരൻ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അടുക്കള പണികളൊന്നുമില്ല രാവിലെ റൈസ് കുക്കറിനകത്ത് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ശരീരത്തിൻ്റെ ഒന്ന് ഭേദമായിട്ടുണ്ട് കേട്ടോ പൂർണ്ണമായിട്ടല്ല ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ കാലിൻ്റെ അടുത്തും താഴെ കുത്തുമ്പോൾ നമ്മൾ ഈ തീച്ചൂളക്കകത്ത് ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ പൊള്ളുന്നിടത്ത് നമ്മൾ ചവിട്ടുമ്പോൾ എങ്ങനെ ആ അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത് വ്യത്യാസമുണ്ട് കേട്ടോ കുറവുണ്ട് പിന്നെ ക്ഷീണമൊക്കെ കുറവുണ്ടേ ദൈവത്തിന് നന്ദി പിന്നെ മാമി ഇഞ്ചിക്കറി തന്നു വിട്ടു അതെ നമുക്ക് ഇന്ന് അത്താഴത്തിന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പോൾ വേറെ എന്താണ് വിശേഷം ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കുളിച്ച് ജപിച്ച് വരാം എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ഓക്കെ മോനെ കിട്ടോ കുളിച്ച് ജപിച്ച് വന്നു നമുക്ക് ചോറ് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്തിടാം പിന്നെ ഇച്ചിരി മെഴുക്കുവരട്ടി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം മീൻകറി സെറ്റാണ് അപ്പം അതാണ് ഇനിയുള്ള ജോലി ചോറ് ആദ്യം അങ്ങോട്ട് വെക്കാം കഴിഞ്ഞ ദിവസം അമ്മ പയറ് തന്നായിരുന്നല്ലോ ഉപ്പിട്ട് വേവിച്ച് അതാണ് കേട്ടോ അത് നമുക്ക് മെഴുക്കുവരട്ടിയാക്കാം ഇന്ന് രാവിലെ കുറച്ച് തുണികൾ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ ഉണങ്ങിയതെല്ലാം എടുത്തിട്ടേക്കണം അതെല്ലാം ഒന്ന് മടക്കി വെക്കണം അതൊരു ജോലിയാണ് ഇതങ്ങോട്ട്
അടുപ്പയിലോട്ട് ആക്കിയിട്ട് നമുക്ക് ആ പണിക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷന് പോകുന്നതൊക്കെ. അത് നമ്മൾ ഇവിടെയൊക്കെ ഉള്ള എല്ലാവരും പോയി അതിനകത്ത് സംബന്ധിക്കും. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അതിൻ്റെ പ്രഭാഷണം കേൾക്കാൻ മാത്രമല്ല, പിന്നെ അവിടെ കുറേ എന്താ വെച്ച് വാണിഭക്കാരൊക്കെ വരും. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനും അത് കാണാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അത് മാരാമൺ കൺവെൻഷനുണ്ട്, അത് കഴിഞ്ഞ് ചെറുകോൽപ്പുഴ. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ആദ്യം ചെറുകോൽപ്പുഴ പിന്നീടായിരുന്നു തോന്നുന്നു മാരാമൺ കൺവെൻഷൻ. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പം അതുപോലെ തന്നെ അതിപ്പം നമ്മുടെ എന്താ മാരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ളത്, മറ്റേത് ഹിന്ദുമത പരിഷത്തിൻ്റെയാണ് ചെറുകോൽപ്പുഴ നടക്കുന്നത്. അപ്പം അതുപോലെ ഒത്തിരി വിപണനക്കാരൊക്കെ വന്ന് വലിയ ഒരു നാടിൻ്റെ ഒരു ഭയങ്കര ഒരു മേളമാണ് ഓമല്ലൂർ വയൽവാണിഭം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഈ എന്താ പറയുന്നത് പശുക്കച്ചവടം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ പശുക്കളെയൊക്കെ വിൽക്കാനൊക്കെ ആയിട്ടാണ് അങ്ങനെയുള്ള ഒരു സജ്ജീകരണമൊക്കെ ആദ്യ കാലത്തൊക്കെ തുടങ്ങിയത്. ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതിന് കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പം നമ്മൾ വയൽവാണിഭത്തിന് പോകാറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ. ഇപ്പം ഇവിടോട്ട് വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. അപ്പം നമ്മുടെ ചെറുപ്പകാലമൊക്കെ അവിടെ ആയിരുന്നത് കൊണ്ട് വയൽവാണിഭം എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്. അപ്പം അവിടെ ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാൻ. അപ്പം എന്നോട് ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരിയിലായിരുന്നു. അപ്പം അത് തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞാൽ നമുക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് വീടൊന്നുമില്ല. വീട്ടിലേക്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും, പാത്രങ്ങളും മഗ്ഗും കപ്പും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മേടിക്കുമല്ലോ. ഇതിപ്പോൾ അങ്ങനെ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വയ്ക്കാൻ ഇടവില്ല. ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ പോലും നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം ആ കാർട്ടനകത്തൊക്കെ തന്നെ വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ വർഷം ചെറുകോൽപ്പുഴയിൽ പോയില്ല, മാരാമണ്ണും പോയില്ല. ഓമല്ലൂർ വയൽവാണിഭത്തിന് പോകുന്ന കാര്യം ഇന്നും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് അവിടെ ചെന്ന് ചെടികളൊക്കെ വാങ്ങിക്കണം. ചെടികളെന്ന് വെച്ചാൽ പ്ലാവ്, മാവ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഇരുമ്പ് സാധനങ്ങൾ, മാന്നാറും എന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരത്തില്ലേ, ഈ പിച്ചാത്തി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഓട്ടുപാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവിടെ കിട്ടും. ഈ വയൽവാണിഭത്തിന് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കിട്ടും. അവിടെ നിന്നെല്ലാം കച്ചവടക്കാർ ഇവിടെ വരും. നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിന് അമ്മയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പോകാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. പോയി കഴിഞ്ഞാൽ കുറേ കാശ് ചിലവാകും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ വണ്ടിയൊക്കെ ഓട്ടോ എല്ലാം വിളിച്ചിട്ടല്ലേ അമ്മയൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നോക്കാം എന്നൊക്കെ കണ്ടിരിക്കുകയാണ്. നോക്കി മിക്കവാറും വയൽവാണിഭം കഴിയുന്ന ലക്ഷണമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ രണ്ടുപേര് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മേളമുണ്ട്. ആട് 3 വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്ക്. അവിടെ ബ്ലോക്കായിട്ട് പോലീസൊക്കെയാണ് കൺട്രോൾ ചെയ്ത് വണ്ടിയൊക്കെ വിടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് തിരക്കൊന്ന് ഒതുങ്ങിയിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് മുത്തനോട് എപ്പോഴും വഴക്കിടുവേ, അമ്മ എങ്ങോട്ടും ഇറങ്ങത്തില്ല, അമ്മ വീടിനകത്ത് തന്നെ വല്ല ജോലിക്ക് പോകും, പിന്നെ വീട്ടിൽ വരും, അമ്മ എങ്ങോട്ടും ഇറങ്ങത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നമ്മുടെ എന്താ പറയുന്നത്, ഒന്നാമത് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ നമ്മുടെ സാമ്പത്തികം ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങ് മടിക്കും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് എങ്ങോട്ടും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, ഇറങ്ങണം എന്നൊക്കെ കണ്ടിരിക്കുകയാണ്. ഒരാൾ മൂളൊന്ന് വന്ന് എങ്ങോട്ടേലും പോയാൽ ഇവരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായിട്ട് വേണം പോകാൻ. അല്ലാതെ ചുമ്മാ പോയി ഇതൊക്കെ കണ്ട് കൊതി പിടിച്ച് വരുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മുടെ ഈ ചിലവാക്കാൻ ചിക്കിലി ഉള്ളപ്പോൾ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ സാമ്പത്തിക നില കുറച്ച് ടൈറ്റാണ്. കാരണം വേറെ കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട്. ഇനിയിപ്പോൾ ജൂലൈ ആകുമ്പോഴത്തേക്കും അടുത്ത ഒരു സെമ്മിൻ്റെ ഫീസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. ഇതൊന്നും എന്നാലും അവരുടെ ഇഷ്ടമല്ലേ, അത് ആഗ്രഹമല്ലേ. ഇപ്പം അമ്മ ആഗ്രഹം പറയുമ്പോൾ എനിക്കത് കുറച്ചൊക്കെ ഞാൻ എന്നിട്ട് കേട്ടില്ല എന്നൊക്കെ വെക്കും. പിന്നെയും പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. ചെയ്യുന്നില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ചിലപ്പം പോയേക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വയ്യാഴികളൊന്നും അത്രയും പ്രയാസപ്പെടുത്തുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ചിലപ്പോൾ അങ്ങ് പോയെന്നിരിക്കും. പക്ഷെ ഈ വയ്യാഴികൾ വരുമ്പോഴാണ് പിന്നെ മടിക്കുന്നത്.
ചോറ് തിളച്ചു. ഇരിക്കുവരട്ടി ആവട്ടെ. ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. തുണി കഴുകുന്നതും മടക്കി വെക്കുന്നതും ഒക്കെ വലിയൊരു പണി തന്നെ. പിന്നെ ഇന്നത്തെ ആണോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോക്കകത്ത് ഇന്നൊരു കമൻറ്റ് ഞാൻ കണ്ടതാ കേട്ടോ. പിന്നെ ആ കമൻറ്റ് ഇട്ട ആള് ഞാൻ എന്തോ കാര്യങ്ങൾ പറഞ്ഞുടനെ എന്നോട് ചോദിച്ചു, ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്തിനാ, നേരിട്ട് അങ്ങ് പറഞ്ഞുകൂടായോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് കമൻറ്റ് നേരത്തെ ഇട്ട ആള് തന്നെ ഇന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു, എന്താ പബ്ലിക്കിൽ പറയാത്തത്, എന്താ വീഡിയോയിൽ പറയാത്തത്. ഇന്നത്തെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഞാൻ എന്തോ പറയണം എന്ത് പറയരുത് എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ ഏർപ്പെടുത്തിയ പോലെയാണ് ഇന്നത്തെ കമൻറ്റ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഓപ്പണായിട്ട് ഞാൻ പറയാത്തതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനം വന്നു കഴിയുമ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നുമ്പോൾ ഞാൻ പറയും. ചുരുക്കത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിരിക്കും. അതിന് വേറൊരാളുടെ ശുപാർശയുടെ ആവശ്യമില്ല കേട്ടോ. കാരണം എന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ്, എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച വ്യക്തി ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെച്ചിട്ട് നമുക്ക് അത്താഴം വിളമ്പാം. ചോറുണ്ണാൻ ഉദ്ദേശമില്ലേ? മോനുകുട്ടന് ചോറ് വേണോ? എന്നാ ബാ. അമ്മമ്മയുടെ സ്പെഷ്യൽ പഴുത്ത മാങ്ങ. ആ മാങ്ങ മൊത്തം ഇപ്പൊ എടുത്തോണ്ടു. ചോറുണ്ടില്ലേലും പഴുത്ത മാങ്ങ കൂട്ടും. ഒത്തിരി ചോറ് വേണ്ട. നമ്മൾ വന്ന വഴിക്ക് മോനിക്കുട്ടന് ബർഗർ വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മുടെ ഓസിൻഫായുടെ ബേക്കറിൽ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നതൊക്കെ ബർഗർ വരുന്നില്ല. വേറൊരു ബേക്കറിയിൽ പോയി ബർഗർ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവന് എന്താ മീറ്റ് റോളും വാങ്ങിച്ചു. അപ്പോൾ അത് കഴിച്ചു. അതുകൊണ്ടായിരിക്കും വിശപ്പില്ല. ഞാൻ ഒരു കുഞ്ഞി കട്ട്ലറ്റാണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോകും. ഇച്ചിരി ചക്ക വേവിച്ചതൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് പഴുത്ത മാങ്ങക്കറി ഉള്ളത് കൊണ്ട് വേണ്ട കേട്ടോ. ചോറ് വിളമ്പി. മാങ്ങ എടുക്കട്ടെ. എനിക്കൊരു കുഞ്ഞു മാങ്ങ മതി. എനിക്ക് ചാറാണ് ഇഷ്ടം. മോനുകുട്ടന് മാങ്ങയാണ് ഇഷ്ടം. പയറ് മെഴുക്ക് വരട്ടി. പയറിനകത്ത് കോവയ്ക്ക ഉണ്ട്. പതിവ് പോലെ മീൻതല എടുത്തിട്ടുണ്ട്. ഇച്ചിരി ചാറൂടെ എടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം. നമ്മുടെ പഴുത്ത മാങ്ങാക്കറിയും മീൻ കറിയും മെക്കോരട്ടിയും കൂട്ടി ചോറുണ്ണട്ട പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട്, കുശുമ്പില്ലാത്ത പ്രിയപ്പെട്ടവരോട് സ്നേഹം കേട്ടോ. അടുത്ത ദിവസം കാണാം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.